സർക്കാരാണോ രാഷ്ട്രീയ നേതാവിന്റെ ഉത്തരവാദിത്തം? പറയണം മറുപടി. ഈ എസ്റ്റേറ്റിലേക്ക് എത്ര തവണ ഞാൻ പോയിട്ടുണ്ട്, എത്ര തവണ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ, അസംബ്ലിയിൽ ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. നിനക്ക് കള്ളം പറയാ? നിനക്ക് കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയൊക്കെ ഈ കള്ളം പറയുന്നവരുടെ തൊലി എന്റെ തൊലിയും കൂടി കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്തിപ്പോ പൈസ കൊടുക്കണം എന്നുള്ളതിന് തർക്കമൊന്നുമില്ലല്ലോ. ടൗൺഷിപ്പിലേക്ക് പുനരധിവാസത്തിലേക്ക് പൈസ കൊടുക്കണം തർക്കമൊന്നുമില്ലല്ലോ. MLA പൈസ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും MP പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ടാണ് പൈസ കൊടുക്കുന്നത്? ഞാനൊരു കാര്യം പറയാം. ഈ ചോദ്യത്തിന്റെ മറുപടി തൃപ്തികരമായി തരുമ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോയിട്ട് കാര്യമില്ല. അടുത്ത കാര്യത്തിൽ പോയിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞല്ലോ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇടപെട്ട് 100 വീട് ഈ ടൗൺഷിപ്പിൽ വരിക. 100 വീട്. കർണാടക സർക്കാർ 10 കോടിയാണ് 50 വീടിനാണ് കൊടുത്തിട്ടുള്ളത്. അത് ആന്ധ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. പറയട്ടെ, 100 വീടിന്റെ പണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പ്രസംഗിച്ചതായ പ്രസംഗം നമ്മള് കർണാടക സർക്കാർ 100 വീടിന്റെ പണം 20 കോടി രൂപ എനിക്ക് കൈമാറി എന്നുള്ളതായിരിക്കും. അത് 10 കോടി ഇപ്പോൾ കർണാടക ഗവൺമെന്റ് കൈമാറിയിട്ടുണ്ട്. ഞാൻ 10 കോടി പറയട്ടെ. നിങ്ങൾ കൈമാറിയതിനെ കുറിച്ചും കൈമാറാൻ ഇരിക്കുന്നതിനെ കുറിച്ചും പറയണ്ട. കർണാടക സർക്കാരിന്റെ ഓഫർ നിങ്ങളെല്ലാം പത്രസമ്മേളനം നടത്തിയ ഞാനല്ലേ? ചോദ്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. കർണാടക സർക്കാരിന്റെ ഓഫർ 20 കോടി 100 വീട്. പ്രൈം ചോദ്യം, ഈ 20 കോടി കിട്ടിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇടപെട്ടിട്ടാണോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ടിട്ടാണോ, അല്ല CPM ഇടപെട്ടിട്ടാണോ? അല്ല പറഞ്ഞുതരാം. ഇവർ പറഞ്ഞതനുസരിച്ച്. ഇത് മാത്രമല്ല, ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആന ചവിട്ടി മാനന്തവാടിയില് ഒരു പാവപ്പെട്ടവൻ മരിച്ചപ്പോ അന്ന് കർണാടക സർക്കാർ പണം കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ രാഹുൽ ഗാന്ധി ഇടപെട്ടു. എന്നിട്ട് അവിടുത്തെ BJP കുഴപ്പമുണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾക്ക് കയ്യിൽ പണം തന്നു കൊടുക്കാൻ പറഞ്ഞു. ND അപ്പച്ചേട്ടനാ പണം കൊടുത്തത്. വയനാട്ടിലെ എല്ലാ കാര്യത്തിലും അവരുടെ നിലപാടതാ. എല്ലാ കാര്യങ്ങളും പണം കൊടുത്ത കാര്യം പറയുമ്പോ, ഇടപെട്ട കാര്യം പറയുമ്പോ അതിലാണ് ഞങ്ങളുടെ മറുപടി, കൃത്യതയോടുള്ള മറുപടി. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്റെ മറുപടി പറഞ്ഞു. കർണാടക സർക്കാരോട് 20 കോടി കൊടുക്കാനുള്ള കമ്മിറ്റ്മെന്റും കാര്യങ്ങളും ഞാൻ മറുപടി പറഞ്ഞല്ലോ. വിവിധ സംസ്ഥാനങ്ങൾ പൈസ കർണാടക സർക്കാർ തമിഴ്നാട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വാചകം എന്റെ വായിൽ തിരിയാൻ എനിക്ക് ഞാൻ മറുപടി പറയില്ല. സിമ്പിൾ ചോദ്യം മറുപടി സിമ്പിളായി മറുപടി പറഞ്ഞു. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും 20 കോടി കർണാടക ഗവൺമെന്റ് കൊണ്ട് കമ്മിറ്റ് ചെയ്യിപ്പിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിങ്ങൾ രണ്ടാം കൂടി പറഞ്ഞിട്ട് ക്ലിയർ ആയി. കർണാടക ഗവൺമെന്റിനോട് 20 കോടി രൂപ. നിങ്ങൾ നിങ്ങളുടെ ചോദ്യം ചോദിച്ചാൽ എന്റെ മറുപടി ഞാൻ പറയട്ടെ എന്ന്. അങ്ങനെയുണ്ടോ? ഞാൻ പറയട്ടെ. നിങ്ങൾ ചോദ്യം ചോദിക്കാനുള്ള അവകാശങ്ങൾക്കുണ്ട്. നിങ്ങളൊരു ഒരു എന്താ പറയാ, ഒരു പവറും കൂടി നിങ്ങൾ വളരെ വികാരമാണ് സംസാരിക്കും. പത്രസമ്മേളനല്ലേ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെ പറയണം എന്നുള്ളത് കൈരളി ചാനലും പിന്നെ മറ്റും തീരുമാനിച്ചാൽ ഞങ്ങൾ ദേശം തീരുമാനിച്ചാൽ ഞങ്ങൾ പറയൂ. അതെന്ത് പത്രസമ്മേളനം? നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി പറയാൻ വേണ്ടിയാണോ ഞാൻ പഠിക്കുന്നത്? അല്ലല്ലോ. ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞത്. ചോദ്യത്തിനുള്ള മറുപടിയാണ് കൃത്യതയും വ്യക്തതമായി പറയുന്നത്. നിങ്ങൾ അതിൽ അരിശം കൂട്ടി സംസാരിക്കണ്ട. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഞാൻ വളരെ നല്ല രീതിയിൽ പറയാം. 20 കോടി രൂപ കർണാടക ഗവൺമെന്റിനോട് ഈ പദ്ധതിയിലേക്ക് വാങ്ങിത്തരാനുള്ള നേതൃത്വം കൊടുത്ത വ്യക്തിത്വമാണ് 2 പേർ. അത് ഒന്ന് രാഹുൽ ഗാന്ധിയും 2 പ്രിയങ്ക ഗാന്ധിയുമാണ്. അവർ വയനാടിന്റെ ഈ പ്രശ്നത്തിൽ മാത്രമല്ല എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്നവരാണ്. അതാണ് ഞാൻ നേരത്തെ റിമൈൻഡ് ചെയ്തത്. ഒരാൾ ആനകുത്തി മരിച്ചപ്പോൾ വരെ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ ചരിത്രത്തിലാദ്യമായി കർണാടക ഗവൺമെന്റിനെ കൊണ്ട് പൈസ ഉണ്ട്. എന്നിട്ട് അവിടെ കുഴപ്പമുണ്ടായി.
എന്നിട്ട് അവർ കയ്യിൽ നിന്ന് പണം കൊടുത്തു. ഇതൊക്കെയാണ് ഇടപെടൽ. അതുപോലെയുള്ള ഇടപെടൽ ഇനിയും നടക്കും. ഇനി വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? കർണാടക ഗവൺമെന്റ് കൊടുത്തത് അഭിനന്ദനാർഹമാണ്. അതിൽ തർക്കമില്ല. 10 കോടി രൂപ പലരും കൊടുത്തു, 50 വീട്ടിലുള്ള പൈസ. പക്ഷേ MP എന്തുകൊണ്ട് പൈസ കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന സർക്കാർ ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ ഈ എല്ലാ ക്യാപ്സൂളും പോകും. ഇന്നലെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് കൃത്യവും വ്യക്തമായിട്ടുള്ള മറുപടി തന്നെ. ആ മറുപടി ഇതുവരെ വന്നിട്ടില്ല. മറുപടി ചോദ്യം ചോദിച്ചു പോവാണ്. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയാനുള്ള സമയം ആയിട്ടില്ല. വളരെ കൃത്യമായിട്ട് നമ്മൾ തമ്മിൽ ഇനിയും കാണും, ഇനിയും സംസാരിക്കും. എല്ലാവരും പിന്നെ 770 കോടിയോളം രൂപ ജനങ്ങളിൽ നിന്ന് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ദുരന്തബാധിതരുടെ ആവശ്യങ്ങളൊക്കെ ശരിക്കും ഇവർ നിറവേറ്റിയിട്ടുണ്ടോ? ഇപ്പൊ നേരത്തെ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസം പോലും ശരിക്കും സർക്കാർ ചെയ്യേണ്ട സംഭവങ്ങളാണ്, അത് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന്റെ ഈ വളരെ സീരിയസ് ആയിട്ടുള്ള കുറെ സെഗ്മെന്റുകൾ പങ്കുവെക്കാനുണ്ട്. അത് ഈ സമയത്ത് ഉചിതമല്ല. ഇപ്പൊ കോൺസെൻട്രേഷൻ കിട്ടേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലാണ്. ആ കാര്യങ്ങൾ നിങ്ങളോട് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെച്ചത്. അതും എല്ലാം പറഞ്ഞിട്ടില്ല. ആ കാര്യങ്ങൾക്ക് ഒരു പ്രാമുഖ്യം കിട്ടണം എന്നുള്ള ഒരു സാഹചര്യം കൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും. ടൗൺഷിപ്പിലെ മനോഹരമായ പ്രവർത്തനം ടൗൺഷിപ്പിലെ കാര്യത്തിൽ യാതൊരു എതിര് അഭിപ്രായമില്ല. മനോഹരമായിട്ട് ടൗൺഷിപ്പിലെ അമ്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ ഉയർന്നു വരാണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് സംസാരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ വീട് ഫെബ്രുവരിയിൽ കൈമാറുമെന്ന് പറയുന്നല്ലോ. അപ്പൊ നമ്മുടെ ആവശ്യം ഒന്നിച്ചു കൊടുക്കണം എന്നാണോ, അതോ ഫസ്റ്റ് ഫേസ് ആവശ്യം കൊടുക്കണം, അത് ഓക്കെയാണ്? എങ്ങനെ അതിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചു? സർക്കാരിന്റെ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കി. അത് വ്യക്തമാക്കിയതിനു ശേഷം അതിന്റെ മറുപടി പറയും. അതില് സർക്കാരിന് ഇത് ഒന്നിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവര് ഘട്ടം ഘട്ടമായി കൊടുക്കാൻ തീരുമാനിച്ചത്. അതിന് പല കാരണങ്ങളുണ്ട്. സർക്കാരിന് വരെ പരിമിതികൾ വരികയാണ്. അപ്പൊ ആ പരിമിതികളെ നമ്മള് പിന്നെ ഈ സർക്കാർ പറയുമ്പോ അത് ഏതൊക്കെ ആളുകൾക്ക്, ഏത് ഫേസിലുള്ള ആളുകൾക്കാണ്, എത്ര ആളുകൾക്കാണ് എന്നുള്ളതിന്റെ കൃത്യതയും വ്യക്തതയും സർക്കാർ പറയുമ്പോൾ അതിനെക്കുറിച്ച് മറുപടി പറയും. കാര്യത്തിൽ ഫണ്ട് പിരിവ് മറയാക്കി, പീഡനത്തിന് മറയാക്കി എന്നുള്ളൊരു അപ്പൊ ശരി, ഓക്കെ.